ഹായ് വെൽക്കം ടു സ്റ്റാജാൻ. പ്രണയത്തിൻ്റെ സത്യത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ നിറമാണ്. പക്ഷേ ഈ ക്രിസ്മസിന് ചിലർ പറയുന്നു പ്രണയത്തിൻ്റെ നിറം ഇതല്ല, മറിച്ച് ഇന്ത്യൻ പതാകയുടെ നിറമാണ് അത്ര പ്രണയത്തിന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ സ്റ്റാർ ജാമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യൻ പ്രണയകഥയുടെ റൈറ്ററിനെയാണ്. ആ റൈറ്റർ ഹൂസ് എ ഡോക്ടർ ഹൂസ് എ റൈറ്റർ. എൻ്റെ കൂടെ ഉണ്ട് ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം. ഹായ് സർ. ഹലോ, വെൽക്കം ടു സ്റ്റാർ ജാൻ. ഹൂ ആർ യു, എ റൈറ്റർ ഓർ എ ഡോക്ടർ? എനിക്ക് ഡോക്ടർ എന്ന് പറയാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു 70% സ്പെൻഡ് ചെയ്യുന്നത് രോഗികളുടെ കൂടെയും കൺസൾട്ടിങ് റൂമിലുമാണ്. വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഫേവർ എനിക്ക് ഡോക്ടർ എന്നുള്ള പ്രൊഫഷനോടാണ്. അല്ല, വർഷത്തിലൊരിക്കലാണ് മാവേലി വരുന്നത്, വർഷത്തിലൊരിക്കലാണ് ക്രിസ്മസ് പാപ്പ വരുന്നത്, വർഷത്തിലൊരിക്കലാണ് ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെ കഥ വരുന്നത്. എല്ലാം ബ്ലോക്ക് ബസ്റ്റേഴ്സാണ്. അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അതിന് വർഷത്തിലൊരിക്കൽ ചെയ്യുന്നതുകൊണ്ടുള്ള ആ ഒരു കഠിനാധ്വാനം, എഫേർട്ടും ഫോക്കസ്ഡ് ആയിട്ടുള്ള ആ ഒരു ശ്രമമൊക്കെ ആയിരിക്കും കാരണം. ഈ ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെ സ്റ്റോറീസിന് എന്തോ ഒരു സ്പെഷ്യൽ മേക്കുള്ള പോലെ തോന്നാറുണ്ട്. അത് തിയേറ്റേഴ്സിൽ നല്ലോണം പിന്നെ മണി കിളിക്കാറുണ്ട്. അതല്ലാണ്ട് തന്നെ അങ്ങയുടെ കഥയ്ക്ക് ഒരു ചെറിയ ഫീൽ ഗുഡ് അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ പറ്റാറുണ്ട്. എന്താ ആസ് എ റൈറ്റർ വാട്ട് യു വാണ്ട് ടു കൺവേ, എന്താണ് ഉദ്ദേശിക്കുന്നത്? തിയേറ്ററിൽ മണി കേൾക്കുന്നതിന് കാരണം ഞാൻ സാധാരണ പ്രേക്ഷകരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പിന്നെ കുറച്ച് നല്ല രീതിയിൽ വായിക്കുകയും നല്ല സിനിമകൾ കാണുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു വേറെ ലൈൻ ഓഫ് ആസ്വാദനം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ അതുകൊണ്ട് പറ്റുന്നുണ്ടാവും. ഇന്ത്യൻ പ്രണയകഥ, പ്രണയത്തിൻ്റെ നിറം ഇതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഇരിക്കട്ടെ. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറഞ്ഞാൽ എന്താ? സിനിമയെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആവാൻ ഒരു സോഷ്യൽ വർക്കറായിട്ടുള്ള നായകൻ ഐമന സിദ്ധാർത്ഥൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ പ്രണയകഥ എന്നുള്ള പേരുണ്ടായത്. ഇന്ത്യയോടുള്ള പ്രണയത്തിൻ്റെ കഥയോടെയാണ് ഇന്ത്യൻ പ്രണയകഥ. ഒരു യഥാർത്ഥ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാളോടുള്ള പ്രണയമാണ്. ഇന്ത്യയെ പ്രേമിച്ച് നടക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പ്രണയമാണ്. പിന്നെ വളരെ പ്രകടമായിട്ട് പ്രണയം പറയാത്തൊരു സിനിമയാണ്. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു പ്രണയ സീനൊന്നും അതിലില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നു എന്ന് മാത്രം. ഇന്ത്യക്ക് പുറത്തിരുന്നുകൊണ്ട് ഇന്ത്യയെ പ്രണയിച്ച് ഒരു കഥ എഴുതുക, പിന്നെ സത്യത്തിൽ അതിനകത്ത് ഒരു ഐറണി ഇല്ലേ? നമ്മൾ വിട്ടു നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ഇഷ്ടം തിരിച്ചറിയാം. ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് പൊളിറ്റിക്സ്. എഴുത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ കടന്നു വരും, ഒരു രാഷ്ട്രീയ തത്വം, ഒരു ചിന്ത. എന്താ കാര്യം? ഞാൻ പൊളിറ്റിക്സിനെ വളരെ നന്നായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പൊളിറ്റിക്സിൻ്റെ ചെറിയ ചലനങ്ങൾ പോലും. കാരണം ന്യൂസ് ചാനൽസാണ് ഞാൻ സാധാരണ കാണുന്ന പ്രോഗ്രാംസ്. എൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് ന്യൂസാണ്. കാരണം എൻ്റർടൈൻമെൻറ്റ് വാല്യൂവും കൂടി ഇപ്പോൾ ഉണ്ട് ന്യൂസിന്. അപ്പോൾ അതിന് ഫോളോ ചെയ്യുമ്പോൾ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ പ്രതികരണങ്ങൾ കൂട്ടിവെക്കാനും ഈ ന്യൂസ് കാണുമ്പോൾ നമുക്ക് തോന്നും. ഈ പൊളിറ്റിക്കൽ സറ്റയർ എന്നുള്ള ജോണർ എഴുതാൻ സത്യത്തിൽ എളുപ്പമാണ്? തീരെ എളുപ്പമല്ല. കാരണം ഇതിൻ്റെയൊക്കെ മാസ്റ്റേഴ്സാണ് ശ്രീനേട്ടനും സത്യനന്ദിക്കാടും ഒക്കെ. അപ്പോൾ അവരുടെയൊക്കെ സിനിമ കണ്ട് അതിനോട് മോഹം തോന്നിയിട്ട് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുള്ള സിനിമയാണ് അറബിക്കഥയൊക്കെ. പിന്നെ ഇപ്പോൾ വീണ്ടും ഒരു സിനിമ ചെയ്യുമ്പോൾ അത് പൊളിറ്റിക്കൽ സറ്റയർ ആവാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ക്യാരക്ടറൈസേഷന് വേണ്ടി മാത്രമാണ് ഇന്ത്യൻ പ്രണയകഥ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. സോ പൊളിറ്റിക്സ് തമാശയാണോ? പൊളിറ്റിക്സ് എനിക്ക് തമാശയല്ല, കാണുന്ന പ്രേക്ഷകർക്കും തമാശയല്ല. പക്ഷേ തമാശക്കുള്ള വക രാഷ്ട്രീയക്കാർ നൽകുന്നു. യു സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് എ ലവ് സ്റ്റോറി. ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത, ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത, ഒരു രാഷ്ട്രീയക്കാരനും ഇല്ലാത്ത, ഒരു നിറവും ഇല്ലാത്ത ഒരു നിറത്തിലൂടെയാണ് തുടങ്ങിയത്, അല്ലേ? യു സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് നിറം. സത്യത്തിൽ അതിനുശേഷം വീണ്ടും ലവ് സ്റ്റോറിയാണ് എഴുതിയത്, മേഘമൽഹാർ. അതിനുശേഷം താങ്കൾ ഒരു കൂട്ടം കഥകൾ എഴുതി, സ്വപ്നക്കൂട് പോലത്തെ. സോ ഇക്ബാൽ കുറ്റിപ്പുറം എന്നുള്ള റൈറ്റർ പിന്നീട് ഒരു ഫോർവേഡ് ലീപ്പ് വെച്ചത് അറബി കഥയിലാണ്. ആസ് എ റൈറ്റർ, ഹൗ ഡു യു ജഡ്ജ് യുവർസെൽഫ്? ആദ്യത്തെ 4 സിനിമകൾ എൻ്റെ നേരെ വന്നിട്ടുള്ള അവസരങ്ങൾ സ്വീകരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു നവാഗതൻ എന്നുള്ള നിലക്ക് എനിക്ക് ഒരുപാട് ചോയ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ നേരെ വന്നിട്ടുള്ള അവസരങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു, അത് ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഹോമിയോപ്പതിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല, ദുബായിൽ ഡെയിലി 4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്ന, ബാക്കിയുള്ള സമയം എഴുതാൻ മാറ്റി വെക്കുന്ന, വർഷത്തിൽ ഒരു സിനിമ മാത്രം ചെയ്യുന്ന ഇക്ബാൽ കുറ്റിപ്പുറം, ഹൂ ആർ യു?
ഞാനങ്ങനെ 4 മണിക്കൂറിന് ശേഷമുള്ള ബാക്കിയുള്ള സമയമൊന്നും എഴുതുന്ന ആളൊന്നുമല്ല. ഞാൻ വെറുതെ ഇരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വെറുതെ ഇരിക്കുക, ഉറങ്ങുക, പുസ്തകം വായിക്കുക. ദുബായിയുടെ പിന്നെ ഭ്രമിപ്പിക്കുന്ന കാഴ്ചകളോ അല്ലെങ്കിൽ അവിടുത്തെ സ്പീഡോ ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ക്ലിനിക്ക് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ചെറിയ ഫ്ലാറ്റിൽ പുസ്തക വായനയും വൈകുന്നേരം എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെയുള്ള സംസാരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒതുങ്ങി കൂടുന്ന ഒരു പ്രകൃതമാണ് ഞാൻ. അങ്ങനെ ഒരു ലോ പ്രൊഫൈലിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ അങ്ങനെ ഒരു ഡോക്ടറാണെന്നോ അല്ലെങ്കിൽ റൈറ്ററാണെന്നോ അങ്ങനെ ഒന്നും പറയാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യു ആർ വെരി സിമ്പിൾ, ഡൗൺ ടു എർത്ത്, ഹംപിൾ, ബട്ട് അറ്റ് ദ സെയിം ടൈം യു ആർ വെരി വൈബ്രൻറ്റ്. പേന എടുത്തു കഴിഞ്ഞാൽ കത്തുന്ന അക്ഷരങ്ങൾ മാത്രം എഴുതുന്ന എഴുത്തുകാരൻ. വാട്ട് കീപ്സ് യു മൂവിങ്? അല്ലെങ്കിൽ എന്താണ് എഴുതിപ്പിക്കുന്നത്? എന്താണ് എഴുതണമെന്ന് തോന്നിപ്പിക്കുന്നത്? നിത്യജീവിതത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രതികരിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് സിനിമ മാറുമ്പോൾ അപ്പോൾ നമ്മുടെ എല്ലാ എനർജിയും അതിലൂടെയാവും ചിലപ്പോൾ വരുന്നുണ്ടാവുക. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഇതിനൊന്നും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അട്ടഹസിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ആ ഒതുക്കിപ്പിടിക്കലായിരിക്കും ചിലപ്പോൾ എൻ്റെ സിനിമകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഫിലിം റൈറ്റർ ആകുമ്പോൾ മാസ് അക്സെപ്റ്റൻസിന് വേണ്ട ഫോർമുല എന്താണെന്ന് അസലായിട്ട് മനസ്സിലാവണം. ആൻഡ് താങ്ക്ഫുള്ളി ഇക്ബാൽ കുറ്റിപ്പുറം എഴുതിയിട്ടുള്ള എല്ലാ സ്ക്രിപ്റ്റ്സും 99% അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് അറിയാം ആ ഫോർമുല എന്താണെന്ന്, ആ ജോണർ? അത് ഇതുവരെ അറിയില്ല. അതങ്ങനെ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. അങ്ങനെ ഫോർമുല അറിയുന്നെങ്കിൽ ഞാൻ ഒരിക്കലും 1 വർഷം ഒന്നും ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം ഇപ്പോഴാണ് 1 വർഷം എന്നുള്ള ഗ്യാപ്പ് വന്നിട്ടുള്ളത്. ആദ്യമൊക്കെ 3 വർഷം 4 വർഷം കൂടുമ്പോഴാണ് നമ്മളൊരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോർമുല അറിയാമെങ്കിൽ വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല. ഡയമണ്ട് നെക്ലസിൽ നിന്നും ഇന്ത്യൻ പ്രണയകഥയിലേക്കുള്ള ദൂരം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ വലിയ നടന്മാർ വരുമ്പോഴും സിനിമ തന്നെ മാറും. അവരെ ചുറ്റിപ്പറ്റി സിനിമകൾ മാറും. മോഹൻലാൽ വന്നപ്പോൾ സിനിമ മാറി, നെടുമുടി വേണു വന്നപ്പോൾ മാറി, ഭരത് ഗോപി വന്നപ്പോൾ മാറി. അങ്ങനെ കുറേ ആളുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, മമ്മൂട്ടി വന്നപ്പോൾ കുറേ സിനിമകൾ മാറി. അങ്ങനെ ഒരു മാറ്റമാണ് മഞ്ജു വാര്യർ, വിട്ടുപോകാൻ പാടില്ല, അതൊരു പേരാണ്. അതുപോലെ ഒരു മാറ്റമാണ് ഫഹദ് വരുമ്പോൾ മാറുന്നത്. ഫഹദ് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുള്ള സിനിമകളുടെ വൈവിധ്യം, അയാൾ ചെയ്തിട്ടുള്ള ക്യാരക്ടർ, അതൊരു ഭാഗ്യം എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഒരു നടൻ ജനിക്കണ സമയത്ത് റൈറ്റേഴ്സിനെയും ഫിലിം മേക്കേഴ്സിനൊക്കെ അയാൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാവും. മഞ്ജു വാര്യർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഫഹദിന് വേണ്ടി സിനിമകൾ ഉണ്ടാവുന്നു. ഇപ്പോൾ ഡയമണ്ട് നെക്ലേസിൽ ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വില്ലനും നായകനും ഒക്കെ അയാൾ തന്നെയാണ്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും ആ സിനിമ എന്നെ അതിശയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അയാളുടെ പെർഫോമൻസ്. അപ്പോൾ അതിനുശേഷം അയാൾ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടു. അന്നൈർ റസൂലും കണ്ടു, ആമേൻ കണ്ടു. അങ്ങനെ ഒരുപാട് സിനിമകൾ കാണും. ആർട്ടിസ്റ്റ്, ഈ സിനിമകളിലൊക്കെ ഈ നടൻ്റെ ഒരു പ്രതിഭ നമ്മൾ എല്ലാവരും കണ്ട് അതിശയിച്ചു പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ വളരെ ജനകീയമായിട്ടുള്ളൊരു ക്യാരക്ടർ കൊടുത്ത്, ഇതുവരെ ചെയ്തിരുന്ന ഒരു അഭിനയ ശൈലിയല്ല ഇതിൽ അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ളത്. കുറച്ച് അഭിനയിച്ചിട്ടുണ്ട്, അത് ബോധപൂർവം അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം സാധാരണ ബിഹേവ് ചെയ്യുന്ന രീതിയിൽ നിന്ന് ഈ ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള ചെറിയൊരു പിന്നെ ഓളിയം കൂട്ടിയിട്ടാണ് അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. കാരണം ആ ക്യാരക്ടർ അത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ വേറൊരു റേഞ്ചാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഒറ്റ വരിയിൽ കഥ പറയുന്നവനാണ് നല്ല കഥാകൃത്ത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഒറ്റ വരിയിൽ പറഞ്ഞ ആ കഥ ആ ഡയറക്ടറിനെ ഇംപ്രസ് ചെയ്തു. ഏത്? ഡയമണ്ട് നെക്ലസ്. എന്താണ് ഒറ്റ വരി? ഒരു ക്യാൻസർ പേഷ്യൻറ്റിൽ നിന്ന് ഒരു ഡയമണ്ട് നെക്ലസ് മോഷ്ടിക്കുന്ന ഡോക്ടറുടെ കഥയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. കസിൻസ് എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് നടക്കാതെ പോയതിൻ്റെ ഒരു നിരാശയിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ എലമെൻറ്റ് പറയുന്നു. അദ്ദേഹം അപ്പം തന്നെ എനിക്ക് കൈ തരികയും ഇത് തന്നെ നമ്മൾ ചെയ്യുന്നു എന്ന് പറയുകയും അങ്ങനെ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ എഴുതിയ ഏറ്റവും നല്ല ക്യാരക്ടർ ഡാഷാണ്. ക്യൂബ മുകുന്ദനാണ് ഞാൻ എഴുതിയത്. വൈ? ക്യൂബ മുകുന്ദൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂബ മുകുന്ദൻ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റാണ്. അയാളുടെ ലൈഫ് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരിക്കലും നടക്കാതെ പോവും എന്ന് നമ്മൾ സാധാരണക്കാർ കരുതുന്ന സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ക്യൂബ മുകുന്ദൻ. ഞാൻ ജീവിതത്തിൽ കണ്ട ഒരാളെ ക്യാരക്ടറാക്കി, അത് ഇതായിരുന്നു. ഏത്? ഡയമണ്ട് നെക്ലസ് അരുൺകുമാർ.
ദുബായിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഈ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ എൻ്റെ സുഹൃത്ത് ഒരു അരുൺ കുമാറുണ്ട്. അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല ഞാൻ ഇതിനെപ്പറ്റി പറയുന്നതിൽ. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഞാൻ ഈ ഡയമണ്ട് നെക്ലേസിൽ ഡോക്ടർ അരുൺ കുമാറായിട്ട് കണ്ടത്. പക്ഷേ അരുൺ കുമാർ ഡയമണ്ട് നെക്ലസ് മോഷ്ടിച്ചില്ല. ഇല്ല. സത്യൻ അന്തിക്കാടും ലാൽ ജോസും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൊക്കെ വളരെയധികം ഒരു ഫ്രീഡം കൊടുക്കുകയും എന്നാൽ ഒരു വിദ്യാലയത്തിൻ്റെ അച്ചടക്കം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന സരസനായിട്ടുള്ള ഒരു പ്രധാന അധ്യാപകനാണ് സത്യൻ അന്തിക്കാട്. കൊള്ളാം. ലാൽ ജോസ് സുഹൃത്തായ സഹോദരൻ. ഒരു നല്ല കഥാകാരൻ ഒഴുകുന്ന വെള്ളം പോലെ ആയിരിക്കണം. ഏതാണോ പാത്രം അതിനൊപ്പം രൂപം മാറണം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടുപേർക്കും വേണ്ടി എങ്ങനെയൊക്കെ രൂപം മാറിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഞാൻ ഡയറക്ടറുടെ റൈറ്ററാണ്. കാരണം ഒരു ഡയറക്ടർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഞാൻ എഴുതുമ്പോൾ ഞാൻ പ്രേക്ഷകരെക്കാളും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻ്റെ ഡയറക്ടർക്കാണ്. സത്യൻ അന്തിക്കാടിനെ ചിരിപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിയും. അതായിരുന്നു അതിൻ്റെ ഒരു മാനദണ്ഡം. എന്നെ അടുത്തിടെ വണ്ടർ അടുപ്പിച്ച ഒരു സ്ക്രിപ്റ്റ് ഡാഷാണ്. ട്രാഫിക്, സഞ്ജയ് ബാബി. എനിക്ക് കഥ എന്ന വാക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളത് ഡാഷ് കൊണ്ടാണ്. അറബിക് കഥ, ഇന്ത്യൻ പ്രണയകഥ. കഥയാണ് ഒരു സിനിമയുടെ ജീവൻ. പ്രൊഫഷണൽ ജഗതി ശ്രീകുമാർ. ഫ്രണ്ട് ലാൽ ജോസ്. നേതാവ് EMS നമ്പൂതിരിപ്പാട്. കമ്മ്യൂണിസ്റ്റ് AKG. റിയൽ ഇന്ത്യൻ മഹാത്മാഗാന്ധി. കഥ കർക്കിടകം MT സാറിൻ്റെ കഥയാണ്. റൈറ്റർ മാർക്കേസ്. വൈ? അദ്ദേഹത്തിൻ്റെ എല്ലാ അദ്ദേഹം എഴുതിയ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടംപററി റൈറ്ററായിട്ട് ഞാൻ വിചാരിക്കുന്ന ആൾ ഗബ്രിയൽ ഗാസിയ മാർക്കേസാണ്. എക്സ്പീരിയൻസ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ. ഡിക്ഷണറി കമലഹാസൻ. എന്താണ് കഷ്ടം? കഥ ഉണ്ടാക്കാൻ, കഥാപാത്രത്തെ ഉണ്ടാക്കാൻ? കഥ ഉണ്ടാക്കാനാണ് കഷ്ടം. കഥ ഉണ്ടായി വരുന്നതാണ്. കഥാപാത്രങ്ങൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. രസം ഏതാണ്? ലവ് സ്റ്റോറി എഴുതാൻ, പൊളിറ്റിക്കൽ സ്റ്റോറി എഴുതാൻ? രണ്ടും വലിയ രസമൊന്നുമില്ല, ഭയങ്കര പാടാണ്. ഒരു എഴുത്തുകാരന് എഴുതാനൊരു സമയമുണ്ട്, സമയമില്ല. ഇല്ല. ഒരു സ്ഥലം ഉണ്ടാവുക, ഒരു കോട്ടേജ് എടുക്കുക, മഞ്ഞ് പൊഴിയുന്ന മലകളുടെ മുകളിൽ പോയി നിൽക്കുക, എന്നിട്ട് എഴുതാൻ നോക്കുക, അപ്പോഴേക്ക് കഥ വരിക. അങ്ങനെ കണ്ടോ? എൻ്റെ വീട് ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ അവിടെ വരുന്ന ആളുകളൊക്കെ എന്നോട് പറയും, നിങ്ങൾക്ക് ഇവിടെ പുഴയെ നോക്കിയിരുന്നാൽ മതിയല്ലോ, കഥ വരുമല്ലോ. പുഴയെ നോക്കിയിരുന്നാൽ നമുക്ക് ആ പുഴയിൽ ലയിച്ചു പോകും, അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തിൽ ലയിച്ചു പോകും എന്നല്ലാതെ കഥയൊന്നും വരാൻ പോകുന്നില്ല. എഴുതാൻ നമുക്ക് ഏറ്റവും നല്ല വൃത്തിയുള്ള ശല്യമില്ലാത്തൊരു മുറി ഉണ്ടായാൽ മതി. സുഖം ഏതാണ്? കേരളത്തിൽ ജീവിക്കാൻ, ഗൾഫിൽ ജീവിക്കാൻ? മലയാളിയായിട്ട് ഗൾഫിൽ ജീവിക്കാൻ. വൈ? ദുബായിലെ പ്രലോഭനങ്ങളും അല്ലെങ്കിൽ അതിൽ പ്രലോഭനങ്ങളിൽ ഭ്രമിച്ച് പോയി ജീവിക്കുന്ന ഒരാളായിട്ട് നമ്മളവിടെ കഴിയുകയാണെങ്കിൽ നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ ഒരു മലയാളിയായിട്ട് വളരെ ഒതുങ്ങി വളരെ ചെറിയ അഭിരുചികളൊക്കെ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കാര്യം.